സോ അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സോ അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ. സോ ഇതില് ബേസിക്കലി നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ അതില് അപ്പൊ ഫസ്റ്റ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. സോ അപ്പം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെ ബാധിക്കുന്നത്. ഇനി നേരെ തിരിച്ചെടുക്കുക. സോ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, ഇപ്പം റിലീജിയൻ ആവാം, ഇപ്പൊ റിലീജിയൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളിന്റെ രീതിയാവാം. അപ്പം അത്തരത്തിലുള്ള ഒരു മാസ് ബിഹേവിയർ, ഒരു സൊസൈറ്റിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നെ രൂപപ്പെടുത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് വരുന്ന സമയം രണ്ട് ആളുകളാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കൊടുത്തത് കാസിൻ എന്ന് പറയുന്ന ഒരാളും രണ്ടാമത്തത് ആള് ഗോർഡൻ ആൾപോർട്ടും ആണ്. കുറെ കൂടെ ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ സോഷ്യൽ സൈക്കോളജിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗോർഡൻ ആൾപോർട്ട് കൊടുക്കുന്ന ഡെഫിനിഷൻ ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ മെറ്റീരിയലിൽ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. സോഷ്യൽ സൈക്കോളജി ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് യൂസസ് സയന്റിഫിക് മെത്തേഡ്സ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ how the thought, feeling and behavior of individuals are influenced by the actual, imagined or implied presence of others. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മുന്നിൽ 10 ആളുണ്ട് എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു 10 ആളില്ല, പക്ഷെ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്, എൻ്റെ മുന്നിൽ ഒരു 10 ആളുണ്ട് എന്ന് ഇമാജിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അത്തരം സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഈ സംഭവങ്ങളെ മനസ്സിലാക്കാനുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് സോഷ്യൽ സൈക്കോളജി. അപ്പൊ ഇതാണ് ഗോർഡൻ ആൾപോർട്ട് കൊടുക്കുന്ന ഡെഫിനിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ സ്ലൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പം ഗോർഡൻ ആൾപോർട്ട് കൊടുത്തിട്ടുള്ള ക്ലാസിക്കലായിട്ടുള്ള ഡെഫിനിഷൻ അതാണ്. അതായത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന സാധനം എന്താണ്? അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്. സയന്റിഫിക് സ്റ്റഡി എവിടെ നടത്തുന്നതാണ്? ഒരു മനുഷ്യൻ അയാൾക്ക് ആളുകൾ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആളുകൾ ഇല്ലാത്തപ്പോഴോ ഇമാജിൻ ചെയ്യുമ്പോഴോ എപ്പോഴാണെങ്കിലും അയാൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സയന്റിഫിക് മെത്തേഡാണ് സോഷ്യൽ സൈക്കോളജി. ഇതാണ് ക്ലാസിക് ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജിന്റെ ഡെഫിനിഷൻ. അപ്പൊ അത് പഠിച്ചു വെക്കുക. 1985 ഗോർഡൻ ആൾപോർട്ട് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണിത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 3 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് സയന്റിഫിക് സ്റ്റഡിയാണ്. ഇനി നേച്ചറാണ് പറയാൻ പോണത്, സോഷ്യൽ സൈക്കോളജിന്റെ നേച്ചറാണ് പറയാൻ പോണത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇത് സയന്റിഫിക് സ്റ്റഡിയാണ്. അതായത് നമ്മൾ വെറുതെ ഫിലോസഫി പഠിക്കുന്നത് പോലെ 4 ആൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്. ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറീസ് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അപ്പൊ അത് ഒന്നാമത്തെ നേച്ചർ, സയന്റിഫിക് മെത്തഡോളജി യൂസ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എക്സ്പെരിമെന്റ് ചെയ്തിട്ട് എംപിരിക്കൽ റിസർച്ചുകൾ ചെയ്തിട്ട് ഒരുപാട് ആളുകളെയും ഒരുപാട് തിയറീസിനെയും ഒരുപാട് സൊസൈറ്റിയെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് സോഷ്യൽ സൈക്കോളജി. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നതിലൂടെ നമ്മൾ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റി ചിന്തിക്കുന്നത്, ഇനി തിരിച്ചാണെങ്കിലും ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഒരാളെ കാണുന്നത്, ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇപ്പം ചിന്തിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ നേച്ചർ. ഇനി നമ്മളെ ഡെഫിനിഷനിലെ മൂന്നാമത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ബിഹേവിയർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ 10 ആള് നിങ്ങളെ മുന്നിലുണ്ട്, ഇനി 10 ആൾ നിങ്ങളെ മുന്നിലില്ല, നിങ്ങൾ വെറുതെ ആലോചിക്കുകയാണ്, 10 ആൾ മുന്നിലുണ്ടെന്ന് ഇങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്യണം. ആ സമയത്ത് അപ്പം ആളുകൾ ഉണ്ടെങ്കിലും ആളുകൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന സമയമാണെങ്കിലും ഇനി അതല്ല ആളുകൾ ഇല്ലാത്ത സമയമാണെങ്കിലും നിങ്ങൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, അതാണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ബിഹേവിയർ എന്ന് പറയാം. നിങ്ങളെ കോണ്ടെക്സ്റ്റ് ഏതാണ്? ആളുകളുള്ള സമയമാണോ, ആളുകൾ ഇല്ലാത്ത സമയമാണോ, ഏതും ആയിക്കോട്ടെ,
നിങ്ങൾക്ക് ഉണ്ടാവുന്ന തോട്ട് എന്താണ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബിഹേവിയർ എന്താണ്. അപ്പൊ ഇതാണ് നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. ഡെഫിനിഷനിലുള്ള 3 ഭാഗങ്ങളാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിന്റെ നേച്ചർ ആയിട്ട് പഠിക്കാറുള്ളത്. ഇനി നമ്മൾ അപ്പം 3 കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു. ഇതിന്റെ നേച്ചർ പറഞ്ഞു. ഇനി ഇതിന്റെ സ്കോപ്പ് പറയാൻ പോകണം. നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നില്ലേ? സ്ലൈഡ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ഫസ്റ്റത്തെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. അതായത് ഇപ്പോ നിങ്ങൾക്ക് തൊപ്പിനറിയില്ലേ? സ്ട്രീമർ തൊപ്പി, MRG തൊപ്പി. അപ്പം ഓക്കെ, തൊപ്പിനെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആദ്യ സമയം തൊപ്പി ലൈവ് ചെയ്യാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇപ്പം ഉള്ള ഒരു ആറ്റിറ്റ്യൂഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇപ്പൊ ഞാൻ കാണുന്ന ഇപ്പം ഞാൻ പറഞ്ഞ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ഫ്രണ്ട്സ് തമ്മിലാണ് ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു വേ ഓഫ് ഡിസപ്രൂവൽ ആയിരിക്കും. നമ്മൾ എന്ത് പറയും? ഇജൊന്ന് പോയ ചങ്ങായിയെ, അല്ലെങ്കിൽ ഇജൊന്നും ഉണ്ടായിരിക്കും. അങ്ങനെ കൈൻഡ് ഓഫ് ഡിസപ്രൂവൽ ആയിരിക്കും. എന്നാൽ മറിച്ച് കുറച്ചുകൂടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിൽ നമ്മൾ പറയും, സാർ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഭയങ്കര പൊളൈറ്റ് ആവും. അപ്പം ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിങ്ങുകളിൽ ഡിഫറൻസ് വരും. അതാണ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന ഒരാൾക്ക് അപ്പുറത്തൊരാളുടെ ആറ്റിറ്റ്യൂഡിനെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ഒരാളെ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ പറയാറുണ്ട്, മലയാളീസിനൊരു സ്വഭാവമുണ്ട്. ഒരാളെ ഭയങ്കരമായിട്ട് പൊന്തിച്ചു കൊണ്ടുവരും, എന്നിട്ട് അതുപോലെ എന്ത് ചെയ്യും? താഴ്ത്തുകിടും. അത് 2 കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. അതൊരു സോഷ്യൽ സൈക്കോളജിക്കൽ സ്റ്റഡിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സമയത്ത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ ഇൻഫ്ലുവൻസർ എന്ന് വിചാരിക്കാം. ഈ പുതിയ ഇൻഫ്ലുവൻസറെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കൂടെ അക്സെപ്റ്റ് ചെയ്യും. അയാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? അപ്പൊ ഒരു സൊസൈറ്റിക്കുള്ള ആറ്റിറ്റ്യൂഡ് മാറണം, അയാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതി മാറണം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എങ്ങനെ ഉണ്ടാവും, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ സ്ട്രക്ചർ മാറും. അപ്പം നമ്മുടെ മാത്രമല്ല സൊസൈറ്റിയുടെ മാറും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആവും. രണ്ടാമത്തെ ഒരു സ്കോപ്പാണ് സോഷ്യൽ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി പുതിയ ഒരു സോഷ്യൽ സൈക്കോളജിന്റെ ഫീൽഡാണ് കൊഗ്നിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾക്കുള്ള സ്വഭാവം മാത്രമല്ല. ഇപ്പൊ ഞാന് ഒരു അഴുകിയ ഡ്രസ്സിൽ അല്ലെങ്കിൽ കീറി പറഞ്ഞ ഒരു ഡ്രസ്സ് ഇട്ട കുറച്ച് ദിവസം കുളിക്കാത്ത ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനതിനെ എന്റെ കൊഗ്നിഷൻ, എന്റെ മൈൻഡ് എന്ത് ചെയ്യും? എങ്ങനെ റീഡ് ചെയ്യാം? അയാള് ഒന്നുകിൽ ദരിദ്രനാണ് അല്ലെങ്കിൽ ഒരു പിച്ചക്കാരനാണ്. മനസ്സിലായോ? അപ്പം ഞാന് ആ ഒരു കൈൻഡ് ഓഫ് ആളുകളെ, അത്തരം ഡ്രസ് ചെയ്ത് വരുന്ന ആളുകളൊക്കെ പെർസീവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതാണ് നിങ്ങൾക്ക് സ്ലൈഡ് വായിക്കാം. ഹൗ പീപ്പിൾ പെർസീവ് ആൻഡ് ഇന്റർപ്രറ്റ് സോഷ്യൽ ഇൻഫർമേഷൻ. പിന്നെ അതുപോലെ ഇപ്പോ നിർഭയ കേസ്, ഫോർ എക്സാമ്പിൾ നിർഭയ കേസ് ഞാൻ പറയാം. നിർഭയ കേസ് പറയും, ഡൽഹിയിൽ നടന്ന ഏറ്റവും വലിയ പീഡന കേസാണ് നിർഭയ കേസ്. ഈ നിർഭയ കേസ് പറയുന്ന സമയത്ത് ഇതിനാളുകൾ എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം അതിനേക്കാൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ആളുകൾക്ക് പലതരത്തിലാണ് അത് കാണുക. ഇപ്പം ഒരു പടം ഇറങ്ങി ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും, ചില ആൾക്ക് അത് തീരെ ഇഷ്ടാവില്ല, ചില ആളുകൾ ന്യൂട്രായിരിക്കും. അപ്പൊ ഇതൊക്കെ സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു ഇതില് നമ്മുടെ സ്കോപ്പിൽ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. ആളുകൾ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇൻഫർമേഷനെ എടുക്കുന്നത്, ആളുകൾ എങ്ങനെയാണ് സോഷ്യൽ ഇൻഫർമേഷനെ പെർസീവ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്കോപ്പാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയും. നമ്മൾ പറഞ്ഞല്ലോ, ഓരോ സൊസൈറ്റിയും വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. ഇപ്പൊ ഞാൻ നമ്മളെ ഫാമിലി അതൊരു ഗ്രൂപ്പാണ്, നമ്മുടെ അയൽവക്കടങ്ങുന്ന നമ്മുടെ ആ ഒരു നാട് അതൊരു ഗ്രൂപ്പാണ്. ഇപ്പൊ നിങ്ങൾക്ക് റിലീജിയൻ ഉണ്ടെങ്കിൽ റിലീജിയൻ അതൊരു ഗ്രൂപ്പാണ്. നിങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ നിങ്ങളെ ക്ലാസ് ഒരു ഗ്രൂപ്പാണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ഡിഫറെന്റ് സംഭവങ്ങൾ പല ഗ്രൂപ്പുകളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പല ഗ്രൂപ്പുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരാള് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ സ്വഭാവം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് എന്റെ ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എന്റെ ക്ലാസ് റൂമിൽ എന്റെ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇനി എന്റെ ഫ്രണ്ട്സ് എങ്ങനെയാണ് എന്റെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പം സോഷ്യൽ സൈക്കോളജിന്റെ നെക്സ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. പിന്നെ അടുത്തതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. അത് ആ പേരത്തിനുള്ളത് പോലെ തന്നെ എങ്ങനെയാണ് ഒരു സൊസൈറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഇന്നലെ വെറുതെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ കൺഫോമിറ്റിന്റെ കാര്യം, അത് ഒരു എക്സാമ്പിൾ ആണ് അതിന്.
അതായത് 10 ആളുകൾ ഇപ്പോ ഇന്നലെ ആരോ പറഞ്ഞിരുന്നു, മറ്റേ നമ്മളെ ഫാസിലിന്റെ പടത്തിലുള്ള കാര്യം, എല്ലാവരും നല്ലതാണെന്ന് അംഗീകരിക്കുമ്പോൾ മോശമായ സംഭവം പോലും ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും, നല്ലതാണെന്ന് അംഗീകരിക്കും. അതിനാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോ സോഷ്യൽ ആൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ. അതായത് 2 ടൈപ്പ് ഓഫ് ആളുകളാണ് ഉണ്ടാവുക. ഒന്ന്, ചോപ്പ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തുന്ന ആളുകൾ ഉണ്ടാവും. ഒന്ന്, ചോപ്പ് ലൈറ്റ് കണ്ടാലും വേറെ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പോലീസ് ഇല്ലല്ലോ, ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ട് പോവാം എന്നുള്ള രീതിയിലുള്ള ആളുകളുണ്ടാവും. അപ്പൊ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ സൊസൈറ്റി പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുന്ന ആളുകൾ, അതാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ ഉള്ള ആളുകൾ. ആന്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്താണോ നിയമം വെച്ചത് അതിന് നേരെ എതിര് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് എന്താണ്, സോഷ്യൽ സൈക്കോളജിന്റെ ഒരു സ്കോപ്പാണ്.